നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നന്ദുവിനോട് അനി പറഞ്ഞു, ഞാനേ നിന്നെ ഇഷ്ടമാന്നുള്ള കാര്യങ്ങളൊക്കെ അനിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ എന്തുകൊണ്ടാ നിന്നോട് പറയാതിരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. 2-3 വട്ടം അവനോട് ഞാൻ പറഞ്ഞതാ നിന്നോട് പറയാനായിട്ട്, ഒന്ന് സൂചിപ്പിക്കാനെങ്കിലും പറഞ്ഞതാ. പക്ഷെ അവനത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ആ സമയം നവീൻ പറഞ്ഞു, അധികം വൈകാതെ അച്ഛൻ വരും ദുബായിന്ന്. ആ സമയത്ത് വിവാഹം നടത്തണമെന്നാ എന്റെ ആഗ്രഹം. എന്താണെങ്കിലും അതിനു മുമ്പ് തന്നെ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കണം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. നവീൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷെ നന്ദുവിന്റെ തലയിൽ ഒരു ഇടുത്തി വീണതുപോലെ നന്ദുവിന് തോന്നിയത്. നന്ദു ഇത് ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ടേക്ക് പോയി. പക്ഷെ നന്ദുവിന്റെ സമനിലയാണ് തെറ്റിയത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് നവീൻ നേരെ വരുന്നേ കനികയും ഗോവിന്ദനെ കാണാനാണ്. അപ്പം ഗോവിന്ദൻ തന്റെ പണിപ്പുരയിലായിരുന്നു. കുറച്ച് പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴാണ് നവീന്റെ വരവ്. നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും കനയ്ക്കും ഭയങ്കര ടെൻഷനായി. ഗോവിന്ദൻ പറഞ്ഞു, മോനെ, നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളാ കഴിഞ്ഞ ദിവസം നടന്നേ. അനിയുടെ വിവാഹ നിശ്ചയം മുടങ്ങി. നന്ദു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവള് ഈ കേസ് അതിപ്പോ ഈ കുത്തിപ്പിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിശ്ചയം കഴിഞ്ഞിട്ട് മതിയായിരുന്നു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അങ്കിൾ എന്ത് വർത്താനാ പറയണത്? അങ്ങനെ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമായേനും. പിന്നെ നന്ദുവിന് ഡ്യൂട്ടിയല്ലേ ചെയ്തേ. നന്ദുവിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്നാലും മോനെ, അതെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലേ. ഈ പറയുന്ന അനാമികയും വേണു എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിരുന്ന. ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് കൊടുക്കണം, അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുമെന്ന്. പക്ഷെ അവരതൊന്നും കേട്ടില്ല. സാരല്ല, ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ വഴിക്ക് നടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, എന്നാലും ഞങ്ങൾ കാരണം, എനിക്ക് എൻ്റെ മോള് കാരണം എല്ലാവരും എൻ്റെ മോളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും. അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി. ആൻറ്റി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ മോന് സുഖമാണെന്നൊക്കെ ചോദിച്ചു ഗോവിന്ദൻ. സുഖമാ അങ്കിളെ. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ. എന്താ മോനെ? അതെ, ഒരു കല്യാണാലോചനയുടെ കാര്യമാ. കല്യാണാലോചനയുടെ കാര്യമാ? അപ്പോഴേക്കും കനക ചോദിച്ചു, മോന്റെ കല്യാണക്കാരെയൊക്കെ എന്തായി? അപ്പൊ അതായിരിക്കില്ലേ? വീട്ടിൽ സമ്മതിച്ചോ? മോന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് വീട്ടിൽ സമ്മതിച്ചോന്ന് ചോദിച്ചു. ഏകദേശമൊക്കെ അമ്മ സമ്മതിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കൊള്ളാലോ. എന്നിട്ടോ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അറിയിച്ചോ? കല്യാണം ആലോചിച്ചോന്ന് ചോദിച്ചു. അതിന് വേണ്ടിട്ടാ ഇവിടേക്ക് വന്നേക്കുന്നേന്ന് പറഞ്ഞു. കനയ്ക്കും ഗോവിന്ദനൊന്നും മനസ്സിലായില്ല. അവര് പരസ്പരം നോക്കുവാണ്. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതെ, എന്റെ മനസ്സിലുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ പെൺകുട്ടി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകളും നന്ദുവാന്ന് പറഞ്ഞു. നന്ദുവോ? ഒരു നിമിഷം കനകയും ഗോവിന്ദനും ഞെട്ടിപ്പോയി. അതെ, നന്ദു തന്നെയാണ്. അപ്പോഴേക്കും കനക ചോദിച്ചു, അല്ല മോനെ, നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ട് മോന്റെ അമ്മ സമ്മതിക്കുവോ? തൻ്റെ അടിയായ പെൺകുട്ടികളോട് മോന്റെ അമ്മയ്ക്ക് താല്പര്യമില്ലല്ലോ. അത് മുമ്പായിരുന്നു. ഇപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് സംസാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെ മാത്രം വീട്ടിൽ അറിയിക്കാന്ന് കരുതിയാ ഞാൻ ഇരിക്കുന്നേ. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, മോനെ, ഞങ്ങൾക്ക് സമ്മതമാണോന്നോ? 100 വട്ടം സമ്മതം. ഇപ്പൊ ഞങ്ങൾക്കൊരു ഡൗട്ട്, ആ കുടുംബമായിട്ട് ബന്ധം പിടിക്കാനുള്ള യോഗ്യത ഞാൻ കൊണ്ടുവന്ന. മോന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു കുടുംബമല്ലേ? നവീൻ പറഞ്ഞു, അതെ, ഞാൻ ഈ കാര്യം നന്ദുവിനോട് പറഞ്ഞായിരുന്നു കുറച്ചു മുമ്പ് പോയിട്ട്. അത് പറഞ്ഞിട്ടാ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ചിങ്ങത്തില് കല്യാണം നടത്തണം. അച്ഛൻ അപ്പോഴേക്കും വരും. അച്ഛൻ വന്നു കഴിയുമ്പോൾ കല്യാണം നടത്താനെന്ന് കരുതി ഇരിക്കണേന്ന് പറഞ്ഞു. കനക പറഞ്ഞു, മോനെ, 100 വട്ടം ഞങ്ങൾക്ക് സമ്മതമാ. ആ സമയം ഗോവിന്ദൻ പറഞ്ഞു, അല്ല, നന്ദുവിനോട് പറഞ്ഞിട്ട് നന്ദു എന്തു പറഞ്ഞു? അവള് മറുപടി ഒന്നും പറഞ്ഞില്ല. കനക പറഞ്ഞു, അവൾ ഇവിടുന്ന് ആകെപ്പാടെ ദേഷ്യത്തിലാ മോനെ പോയത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒന്നും പറയാത്തെ. അതോർത്ത് അങ്കിളും ആന്റിയും വിഷമിക്കണ്ട. ഞാൻ ഒന്നുകൂടെ പോയി അവളെ സമാധാനിപ്പിച്ചോളാന്ന് പറഞ്ഞു. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാന്ന് പറഞ്ഞുകൊണ്ടാണ് നവീൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ നവീൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും കനക ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ട, ഒരു കാരണവശാലും ഈ ആലോചന നമ്മൾ വിട്ടുകളയരുത്. നമ്മുടെ മോൾക്ക് കൈവന്ന ഭാഗ്യം ഇതെന്ന് പറഞ്ഞു. അത് ശരിയാ, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. പക്ഷെ ഗോവിന്ദേട്ട, അവള് നമ്മളോട് പിണങ്ങിയല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ അവളെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞിട്ട് ഗോവിന്ദൻ വിളിക്കുവാണ് നന്ദുവിനെ. പക്ഷെ നന്ദു കോൾ എടുക്കുന്നില്ല കനകെ. അവൾ ഇപ്പോഴും വാശിയില്ലാന്ന് തോന്നേ. നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നേ. അതുകൊണ്ടായിരിക്കും അവള് കോൾ എടുക്കാത്തേന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ആദർശ് വീട്ടിലേക്ക് വരുവാണ്.
വീട്ടിലേക്ക് വരുമ്പത്തേനും അവിടെ ജലജ നിൽക്കുന്നുണ്ടായിരുന്നു. ആദർശിനെ കണ്ടുപിടിതിന് ജലജ പറഞ്ഞു, എങ്ങനെയായുടെ മോനെ കമ്പനി പോയിട്ട് എന്താണെങ്കിലും നീ ആ പഴയതുപോലെ തന്നെ ആ കസേര കയറി ഇരുന്നല്ലോ. ഇപ്പോഴേ ഈ അപ്പച്ചിക്ക് ഒരു സന്തോഷ സമാധാനമൊക്കെ ആയത്. നല്ല രീതിയിൽ തന്നെ കമ്പനി മുന്നോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയത്ത് ആദർശ് രൂക്ഷമായിട്ട് ജലജ ഒന്ന് നോക്കി. എന്താടാ മോനെ നീ ഇങ്ങനെ എന്നെ നോക്കണേന്ന് ചോദിച്ചു. ഓ അപ്പച്ചിയുടെ ആക്ടിങ് കൊള്ളാന്ന് പറഞ്ഞു. അയ്യോ അതെന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല ഇതിനു മുമ്പ് അബിയെ മൂർത്തി ജൂലിൽ പിടിച്ചിറക്കി വിടുന്ന സമയത്ത് അപ്പച്ചി എന്താ പറഞ്ഞത്? ഒരിക്കലും കുണം പിടിക്കില്ല നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ശാപവാക്കുകളൊക്കെ എന്നോട് പറഞ്ഞല്ലേ. പിന്നെ ഈ പറയുന്ന അബി AN ജ്വല്ലറി കയറിപ്പറ്റി അവിടുത്തെ മാനേജറായി കഴിഞ്ഞപ്പോ അപ്പച്ചി നിലത്തൊന്നും ആയിരുന്നില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? എടാ മോനെ, AN ജ്വല്ലറിക്കാര് മൂർത്തി ജ്വല്ലറി ശത്രുക്കളല്ലേ. AN ജ്വല്ലറിക്കാരെ തകർത്തെറിയണം, അത് തന്നെയാ വേണ്ടേന്ന് പറഞ്ഞു. നിന്റെ മുത്തശ്ശനും അത് തന്നെയല്ലേ പറഞ്ഞു തന്നിരിക്കുന്നേ. അതെ, എനിക്ക് എന്താണെങ്കിലും AN ജ്വല്ലറി തകർത്തെറിയണം എന്നൊരു ആഗ്രഹവും കാര്യങ്ങളൊന്നും മനസ്സിലില്ല. മൂർത്തി ജ്വല്ലറി നല്ല രീതിയിൽ പോണെന്ന് മാത്രമേ ഉള്ളൂ. അതെന്താടാ ഇപ്പൊ നീ അങ്ങനെ പറയണേ? നീ ആ നാഗേന്ദ്രനെ കാണുമോ മറ്റോ ചെയ്തോ? ജലജയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനായി. കണ്ടായിരുന്നു 1-2 വട്ടം. എന്നിട്ട് അയാൾ എന്തേലും പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്താ അപ്പച്ചിക്ക് ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല അപ്പച്ചിയുടെ അത്രയും കള്ളത്തരം ചതിയുള്ള വേറെ ആരെയും ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ട് കയറിപ്പോയപ്പോ വല്ലാത്തൊരു അടിയായിപ്പോയി, വല്ലാത്തൊരു ഷോക്കായിപ്പോയി ജലജയ്ക്ക്. ജലജ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആദർശ് ഇങ്ങനെ പറയുമെന്ന്. ഇനി എങ്ങാനും അയാളെ പോയി കണ്ടു കാണുമോ എന്നൊരു ഭയം ജലജയുടെ മനസ്സിലും ഉണ്ടായി. പിന്നീട് ആദർശം മുറിയിലേക്ക് ചെല്ലുമ്പോൾ നയന ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ സമയം നയന വെച്ച് ആദർശേട്ടൻ പോയ കാര്യം എന്തായി? അത് ഞാൻ പറയാം. അല്ല നിന്റെ മുഖത്തെന്താ ഭയങ്കര സന്തോഷമാണല്ലോ? അതൊരു സന്തോഷമുള്ളൊരു കാര്യം നടന്നിട്ടുണ്ട്. അതെന്താ? നന്ദുന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആലോചന കൊള്ളാലോ. നീ ഇത്ര കോൺഫിഡൻസോടെ പറയണെങ്കിൽ അത് നല്ല ആലോചനയായിരിക്കും. അതെ, നമുക്കൊക്കെ അറിയാവുന്ന ആളാ പയ്യന്. ആണോ? അതാരാ? അത് വേറെ ആരുമല്ല, നവീന്. നവീനോ? അതെ, അവന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് നന്ദുവായിരുന്നു. നന്ദുവിനോട് പോയി അവന് ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞു. അമ്മ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അവന്റെ അച്ഛൻ അധികം വൈകാതെ ഗൾഫിൽ നിന്ന് വരുമെന്ന്. ആ സമയത്ത് വിവാഹം നടത്തണമെന്ന്. അല്ല അതിന് അവന്റെ അമ്മ സമ്മതിക്കുമെന്ന് ചോദിച്ചു. ഇപ്പം ഏകദേശം സമ്മതം പറഞ്ഞ മട്ട. അതെ, ഇനിയിപ്പം നന്ദുവിന് കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഒരു ബന്ധം അത്. ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകണം. അതായത് നന്ദു സമ്മതം പറഞ്ഞോ? അവൾക്ക് സമ്മതമായിരിക്കുമല്ലോ, സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ല. നന്ദു നവീൻ തമ്മിൽ ഭയങ്കര കൂട്ടാ. ഒരു ദിവസം ഒന്നെങ്കിൽ അവര് തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. അവര് കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ മനസ്സും കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വേണ്ട ആദർശേട്ടാ. പിന്നെ ആദർശേട്ടൻ പോയ കാര്യം എന്തായി? അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പച്ചിയുടെ ചതിയെക്കുറിച്ചാ പറയാനുള്ളത്. അപ്പച്ചിയുടെ ചതിയോ? പിന്നീട് ആദർശ കഥകൾ പറയാണ്. ശങ്കരേട്ടൻ പറഞ്ഞ കഥകള്, ജലജയുടെ ചതിയുടെ കാര്യങ്ങളൊക്കെ, നെക്ലേഴ്സിന്റെ കാര്യോ, പിന്നീട് മൂർത്തി മുത്തശ്ശൻ നാഗേന്ദ്രനെ സംശയിച്ചും നാഗേന്ദ്രനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും. ആ സമയത്ത് അപ്പച്ചി ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ നിന്ന് എല്ലാ കഥകളും പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി നയനെ. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനൊരു കാര്യം. കാരണം അപ്പച്ചി ഇത്രമാത്രം വലിയ ചതി ചെയ്യുമെന്ന് ഒരിക്കലും ചിന്തിച്ചത് പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ജലജ അടുക്കളയിൽ വന്ന് ദേവേനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചക്കറിയൊക്കെ എരിഞ്ഞ്. ജലജ പറഞ്ഞു, ഇപ്പൊ ഏട്ടത്തിക്ക് ഭയങ്കര സന്തോഷമുള്ള അടുക്കള കയറി കുക്ക് ചെയ്യാനായിട്ട്. പിന്നല്ലാതെ എന്റെ മരുമോൾക്ക് വെച്ച് വിളങ്ങി കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. നയന വന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, അപ്പച്ചി അടുക്കള കയറി ജോലിയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതെന്താ മോളെ നീ അങ്ങനെ പറയണേ? അപ്പച്ചി ഉണ്ടാക്കുന്നൊന്നും എനിക്കിഷ്ടമില്ല. പറയാൻ പറ്റില്ല, അപ്പച്ചി ഇനിയിപ്പോ ഫുഡിനകത്ത് വല്ല വിഷവും ചേർക്കുമെന്ന്. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? അപ്പച്ചി ഇതല്ല ഇതിലപ്പുറവും ചെയ്യും മോളെ. അങ്ങനെയാണ് ഹോട്ടലിലൊന്നും കയറി നമുക്ക് കഴിക്കാൻ പറ്റില്ലോ. അവരെന്തൊക്കെ ചേർത്തൊരു നാര് കണ്ടു. അതെ, അങ്ങനെ വിശ്വാസമില്ലാത്ത ഹോട്ടലിലൊന്നും ഞങ്ങൾ കയറാറില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പച്ചി മര്യാദ കയറ്റി പോകാൻ നോക്ക്, അപ്പച്ചി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, ഇതെന്തു പറ്റി? മോൾ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ, പെട്ടെന്ന് എന്താ ഇങ്ങനൊരു മാറ്റം? അതെ, എനിക്ക് മാത്രമല്ല ആദർശേട്ടനും അപ്പച്ചി അടുക്കള കയറുന്ന ഇഷ്ടമില്ല. അപ്പച്ചിയുടെ സ്വഭാവമായതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. അത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, ജലജ നീ പോകാൻ നോക്ക്, മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ അടുക്കള നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജലജ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അല്ല മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അമ്മേ, അപ്പച്ചിയെ കണ്ണുടച്ച് വിശ്വസിക്കരുത്. അപ്പച്ചിയുടെ സ്വഭാവം അറിയാലോ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പുറയായിരുന്ന സമയത്ത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പച്ചി എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അല്ല ഇപ്പൊ എന്താ അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ കാരണം?
ഒന്നും പറയണ്ട. ഓ, ഈ സമയത്ത് ദേവേൻ ഇങ്ങനെ മനസ്സിലോർത്തു, ചിലപ്പം ജലജയുടെ പഴയ സ്വഭാവം വെച്ചിട്ട് പറയുന്നതായിരിക്കും. അപ്പോഴേക്കും നയന പറഞ്ഞു, നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നേ അബിയുടെ സ്വഭാവം അബിയുടെ അച്ഛനിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്നല്ലേ. പക്ഷെ അതൊന്നുമല്ല, അപ്പച്ചിയുടെ സ്വഭാവ കിട്ടിയിരിക്കുന്നത്. ചതിയും വഞ്ചനയും മാത്രം ഉള്ളെന്ന് പറഞ്ഞു. ശരി മോളെ, ഇനിയിപ്പം ഞാൻ അവളെ അടുക്കളയിലേക്ക് കയറ്റുന്നില്ല, മോള് പൊക്കോ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. വേണ്ടമ്മേ, ഞാൻ സഹായിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് നയനെ അവിടെ നിന്ന് ദേവേനയെ സഹായിക്കുവാണ്. ഈ സമയത്ത് നന്ദു അനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാണണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അനി സന്തോഷത്തോട് കൂടിയിട്ടാണ് ബീച്ചിന്റെ അരിയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നന്ദി എന്നിട്ട് പറഞ്ഞു, നിനക്കെന്നെ വിശ്വാസം ഇല്ലല്ലേ എന്ന് ചോദിച്ചു. അതെന്താടി നീ അങ്ങനെ പറയണേ? വിശ്വാസം ഉണ്ടായിരുന്നു നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ. എടി നീ കാര്യം എന്താ വെച്ചാൽ പറ. അതെ, നവീനേണ്ട മനസ്സിലുള്ള പെൺകുട്ടി ആരാന്നുള്ള കാര്യം നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ. നവീനേണ്ട വീട്ടില് സമ്മതിക്കത്തുമില്ല, ഒരു പോലീസ് ഓഫീസർ ഇഷ്ടമാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് നീ എന്താ അതിനെക്കുറിച്ച് എന്നോട് പറയാതിരുന്നേന്ന് ചോദിച്ചു. എടി നന്ദു, അത് പിന്നെ ഞാന് വേണ്ട, കൂടുതലൊന്നും പറയണ്ട. അതിനർത്ഥം എന്താ, നിനക്കെന്നെ വിശ്വാസം ഇല്ലാത്തല്ലേ? അയ്യോ, അതങ്ങനെയല്ല. നവീനേട്ടനെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞ എന്നോട് എല്ലാ കാര്യങ്ങളും. നവീനേട്ടന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് പെട്ടെന്നൊരു നിമിഷം അനി ഞെട്ടിപ്പോയി. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അല്ലടി അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. നവീനേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, നോയൊന്നും പറയാൻ പറ്റിയില്ല. എന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നവീനേട്ട അച്ഛൻ അധികം വൈകാതെ ഗൾഫിൽ നിന്ന് വരുമെന്ന്, ആ സമയത്ത് വിവാഹം നടത്തണമെന്നും പറഞ്ഞിരിക്കുന്നേ. അത് മാത്രമല്ല, എന്റെ വീട്ടിലേക്ക് ആലോചനയായിട്ട് നവീനേട്ടൻ പോവാന്ന്. അയ്യോ, ആലോചനയായിട്ടോ? അതെ, അവിടെ ചെന്ന് ആലോചനയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാൻ നിസ്സഹായമായി പോകുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും അനിയാണ് ഞെട്ടിയത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.